പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. ഉൽപ്പത്തി 18-14. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒന്നുകൂടെ നമുക്ക് വായിക്കാം. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അതേ ദൈവമക്കളെ, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തുവിന് അനേക വാഗ്ദത്തങ്ങൾ നേടിയവരാണ്. സ്തോത്രം. അനേക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തന്നതാണ്, അല്ലേ? സ്തോത്രം. ഇവിടെ നമുക്ക് ഇപ്പം നമ്മളിവിടെ വായിച്ച ആ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, സാറായോട് ദൈവം സംസാരിച്ച ഒന്നാണ് നമ്മളവിടെ വായിച്ചത്, അല്ലേ? സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവരെ സന്ദർശിക്കുവാനിടയായി തീർന്നു. അങ്ങനെ സ്തോത്രം അവിടെ വെച്ച് സ്തോത്ര വൃദ്ധനായ ഹല്ലേലൂയ അബ്രഹാമിനെ നോക്കിക്കൊണ്ട് അബ്രഹാമിനെ നോക്കിക്കൊണ്ട് ദൈവം ഇപ്രകാരം പറയുവാനിടയായി തീർന്നതാണ്. നമുക്കറിയാം, 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പം ഇങ്ങനെ പറയുവാനിട അബ്രഹാമും സാറയും വയസ്സ് ചെന്നവരായിരുന്നു. അവർ വൃദ്ധരായി തീർന്നവരാണ്. അപ്പം അവരോട് ദൈവം എന്ത് പറയാണ്? സ്തോത്രം, നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു സന്താനം ഉണ്ടാകുമെന്ന് പറയുവാനിടയായി തീരുവാണ്, അല്ലേ? ഇത് കേട്ട ഉടനെ മറിഞ്ഞു നിന്ന സ്തോത്ര കൂടാരത്തിൽ മറിഞ്ഞു നിന്ന സ്തോത്ര സാറ എന്ത് ചെയ്തു? ഉള്ളം കൊണ്ട് ചിരിക്കുവാനിടയായി തീർന്നു. അവിടെ വായിൽ നിന്ന് ഇപ്രകാരം വരുവാനിടയായി തീർന്നു, ഒരു വൃദ്ധയായ എനിക്ക് എന്ത് ചെയ്യാം? സുഖഭോഗങ്ങൾ ഉണ്ടാകുമോ എന്നിങ്ങനെ ഇപ്രകാരം ചോദിക്കുവാനിട. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗം ഉണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചു തന്നപ്പം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന അവിശ്വാസങ്ങളെയും വിശ്വാസങ്ങളെല്ലാം അറിയുന്നവനാണ് നമ്മുടെ ദൈവം, അല്ലേ? അപ്പോൾ ഒരു അവിശ്വാസത്തെ അവിടെ ഉളവായപ്പോൾ അവൾ എന്ത് ചെയ്തു? ചിരിക്കുവാനിടയായി. അവൾ അവളിലേക്കാണ് നോക്കിയത്. സ്തോത്ര. അവളുടെ സാഹചര്യത്തിലേക്ക്, അതായത് ആരാ പറയുന്നു എന്ന് സ്തോത്ര ദൈവത്തിൽ വിശ്വസിക്കാതെ അവൾ അവളുടെ സാഹചര്യത്തിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ജീവിതത്തിൽ വന്ന വാഗ്ദത്തം എന്തല്ല? വാഗ്ദത്തം അവൾക്ക് എന്തായി തോന്നി? ഒരു തമാശയായിട്ട് തോന്നുവാനിടയായി തീർന്നു, അല്ലേ? അവിടെ കഷ്ടത അല്ലെങ്കിൽ അവിടെ സാഹചര്യത്തിലേക്ക്, അവിടെ അവസ്ഥയിലേക്ക് അവിടെ നോക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, പത്രോസ് ആ കടലിലൂടെ നടുവിലൂടെ നടന്നു വന്ന സമയത്ത് സ്തോത്ര ദൈവം പറഞ്ഞ എന്താണ്? നീ അതിൻ്റെ മുകളിലൂടെ കടന്നു വരപ്പം പത്രോസ് അതിൽ കൂടെ നടന്നു വരുവാനിടയായി തീർന്നു. അപ്പോൾ എപ്പോഴാണോ തന്നിലേക്ക് താൻ നോക്കിയത്, അതായത് പത്രോസ് താൻ എവിടെ ആയിരിക്കുന്നെന്ന് യേശുവിൻ്റെ മുഖത്തെ മറന്ന് തന്നിലേക്ക് എപ്പോഴാണോ നോക്കിയത് അപ്പോഴാണ് മുങ്ങി തുടങ്ങുവാനിടയായി തീർന്നത്, അല്ലേ? ഇതേപോലെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വാഗ്ദത്തങ്ങളും നമ്മൾ കേട്ടിട്ട് നമ്മുടെ അവസ്ഥയും വെച്ച് നോക്കി നമ്മൾ അതിന് എന്ത് ചെയ്യാണ്? പരിഹസിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അതിന് വേണ്ട ദൈവത്തിൻ്റെ വായാണ് പുറപ്പെട്ടു എന്ന് ആ വാഗ്ദത്തം വന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? അപ്പം നമ്മൾ എപ്പോഴാണോ നമ്മളിലേക്ക് നോക്കാൻ പോകുന്നത്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കാൻ പോകുന്നത്, നമ്മുടെ അവസ്ഥയിലേക്ക് നോക്കാൻ പോകുന്നത് എപ്പോഴാണോ അപ്പോൾ നമുക്ക് എന്ത് വരാൻ പറ്റും? നമുക്ക് കൂടുതലൊന്നും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയാത്തൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. ഇവിടെ എന്താണ്? സാറ ചിരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ യഹോവയായ ദൈവം സാറയോട് പറഞ്ഞ ഒരു വചനമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? അതേ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ? ഏതെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ ഒരു വിശ്വാസമാണ്. നമ്മുടെ സാഹചര്യത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കണ്ണ് ആ സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ, അവൻ തന്ന വാഗ്ദത്തങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം? ജീവൻ കൊടുക്കേണ്ടതായി തീരണം. ജീവിപ്പിക്കുന്നവരായി നമ്മൾ തീരണം. കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിച്ചത് മാത്രമല്ല ദൈവമക്കളെ, ഓരോ ദിവസവും നമ്മൾ ക്രിസ്തുവിനോടുള്ള ഉറപ്പുള്ളവരായി തീരണം. ക്രിസ്തുവിൻ്റെ വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? ആ ഒരു ജീവൻ നമ്മളിൽ എന്ത് ചെയ്യണം? പ്രാപിക്കുവാനിടയായി തീരണം.
ഹല്ലേലൂയ. അപ്പം ഇവിടെ നമുക്ക് കാണാം വീണ്ടും ആമേൻ സ്തോത്രം കർത്താവായ യേശു അവളോട് പറയണം, ഞാൻ ഒരാണ്ട് കഴിഞ്ഞ് വരുമ്പോൾ നീ എന്ത് ചെയ്യും? നിനക്കൊരു സമയമാവുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. സാറ ഭയപ്പെട്ട് ഇല്ല ഞാൻ ചിരിച്ചില്ല എന്നുള്ളത് അങ്ങനെ തന്നെ നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്യുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പം നിനക്ക് ഞാൻ അടുത്ത ആണ്ടിൽ നിനക്ക് എന്ത് ചെയ്യും? ഒരു സന്താനം അല്ലെങ്കിൽ ഒരു മകൻ ഉണ്ടാകുമെന്ന് പറയാണ് അല്ലേ. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം ഒരൊറ്റ വാക്യം പ്രകാരം സകലത്തെയും വിളിച്ചു വരുത്തി നമ്മുടെ കർത്താവിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വായ്ത്തത്വങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ നിൻ്റെ സാഹചര്യം നോക്കി, ആമേൻ സ്തോത്രം, നിൻ്റെ തലമുറകളുടെ സാഹചര്യങ്ങൾ നോക്കി, നിൻ്റെ വീടിൻ്റെ അവസ്ഥ നോക്കി, ഹല്ലേലൂയ, എനിക്കിത് സംഭവിക്കുമോ? ദൈവത്തിന് ആള് മാറിപ്പോയതായിരിക്കും. പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, എനിക്ക് ഈ സുഖഭോഗമോ, ഹല്ലേലൂയ, എനിക്കിതിങ്ങനെ സംഭവിക്കുമോ, എൻ്റെ അവസ്ഥ നോക്ക്, ആമേൻ സ്തോത്രം, ആമേൻ വളരെ കഷ്ടതയിൽ നടക്കുന്ന എനിക്ക് എങ്ങനെ ഇത് സംഭവിക്കാനാ? ഹല്ലേലൂയ. അനേകരുടെ പാസ്റ്റർമാരുകളിൽ നിന്ന് ദൈവത്തിൻ്റെ ദൂതുകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ സ്വീകരിച്ചിട്ട് അത് വേണ്ട വിധം സ്വീകരിക്കാൻ കഴിയാത്തവണ ദുഷ്ടനാവൻ നിങ്ങളുടെ ഹൃദയത്തെ അവിശ്വാസം കൊണ്ട് മൂടുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? ശാസിക്കണം. ഹല്ലേലൂയ. അതായത് നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത് ആരാന്ന് നോക്കുക. നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ നോക്കേണ്ടതേ, നമ്മുടെ അവസ്ഥകളെ നമ്മൾ എന്ത് ചെയ്യേണ്ട? ചിന്തിക്കേണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. നമുക്കറിയാം 2 കൊരിന്ത്യർ 1:20 ഇപ്രകാരം ഒരു വചനമുണ്ട്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ അതെല്ലാം എന്താണ്? എന്നത്രേ. ദൈവത്തിൻ്റെ ഇവിടെ പറഞ്ഞു, നീ അടുത്ത ആണ്ടിൽ നിനക്കൊരു മകൻ ഉണ്ടാകും. അവിടെ ഒരു വാഗ്ദത്തം പൂർണ്ണമായി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണും അല്ലേ. ആമേൻ സ്തോത്രം. അതേപോലെ അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാർ അവനെ ആമേൻ എന്ന്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തം, നമ്മൾ ഏത് വാഗ്ദത്തങ്ങൾ നമ്മളെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എന്ന് ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ആമേൻ എന്ന് നമ്മൾ പറഞ്ഞ് അതിനെ സ്വീകരിക്കണം. പലപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് ആമേൻ എന്ന് പറഞ്ഞ് ആമേൻ പലപ്പോഴും, പക്ഷേ നമ്മളൊരു വചനം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വചനം കേൾക്കുമ്പോൾ, ദൈവദാസന്മാരിൽ കൂടെ കേൾക്കുമ്പോൾ, ചില വാഗ്ദത്തങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വാസത്തോടെ അധരങ്ങൾ തുറന്ന് നമ്മൾ എന്ത് പറഞ്ഞാൽ ആ വാഗ്ദത്തത്തെ സ്വീകരിച്ചുകൊണ്ട് ആമേൻ എന്ന് നീ പറയുവാൻ റെഡി ആണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ, അതായത് നീ ഇത്രയും നാൾ നേടിയെടുക്കാത്ത അല്ലെങ്കിൽ നീ സ്വീകരിച്ച ദൈവത്തിന് അനേക വാഗ്ദത്തങ്ങൾ വന്ന് എങ്കിൽ അതിനൊന്നും ഒരു വില കൊടുക്കാതെ നിന്നുവെങ്കിൽ നീ ഈ നാളുകളിൽ ആ വാഗ്ദത്തങ്ങൾ ഒന്നും കൂടെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കേട്ട അനേക വാഗ്ദത്തങ്ങൾ ആമേൻ സ്തോത്രം നീ മൂടി വെച്ചിരിക്കുന്ന അവസ്ഥ, അതിൽ നിന്ന് ഹല്ലേലൂയ ഒന്നും പ്രാപിക്കാൻ, നിന്റെ അവിശ്വാസം മൂലമാണ് ഒന്നും പ്രാപിക്കുവാൻ കഴിയാത്തതെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകർന്നുകൊണ്ട് ആമേൻ സ്തോത്രം വാഗ്ദത്തങ്ങളോട് ആമേൻ എന്ന് പറയുവാണെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിന്നെ നിറവേറുവാൻ ആമേൻ സ്തോത്രം ദൈവം റെഡിയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ അതിന് 21 ഞങ്ങളെ ഉറപ്പിക്കുന്നതും ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ട് ആത്മാവെന്ന അച്ചാരവുമായി നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തരുന്ന വാഗ്ദത്തങ്ങളെ എന്ത് ചെയ്യണം? ഒരിക്കലും അവിശ്വസിക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ഒരു 18-ാം അധ്യായത്തിൽ ദൈവം എന്ത് ചെയ്തു? സാറായ്ക്ക് ഒരു വാഗ്ദത്തം കൊടുത്തു. അതിൻ്റെ 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ്? അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരിക്കുന്നത് പോലെ സാറായെ സന്ദർശിച്ചു. അപ്പോൾ ഒരു വർഷം കർത്താവ് കറക്റ്റ് പറഞ്ഞ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്തു? സാറയെ സന്ദർശിക്കുവാനിടയായി തീർന്നു. താൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അതേ ദൈവമക്കളെ, ദൈവവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരായാലോ ദൈവം എന്താണ്? വിശ്വസ്തനായി പാർക്കുന്നു. അപ്പോൾ ദൈവം എന്നെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെ നോക്കിക്കൊണ്ട്, നിൻ്റെ ജോലിയെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ നിൻ്റെ തലമുറയെ നോക്കിക്കൊണ്ട്, നിൻ്റെ ജീവിതത്തിൽ എല്ലാ അസാധ്യങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അനേക വാഗ്ദത്തങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടില്ലേ എന്ന് പൽക്കാല ഹല്ലേലൂയ ആ വാഗ്ദത്തങ്ങളെ ഓർത്തെടുക്കുക. അപ്പോൾ നമ്മൾ മറന്നുപോയാലും കർത്താവായ യേശു നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ദൈവം മറക്കയില്ല. ആമേൻ സ്തോത്രം. ഇവിടെ സാറായ ദൈവം ഓർക്കുവാനിടയായി തീർന്നു, സാറായെ സന്ദർശിക്കുവാനിടയായി തീർന്നു. അവിടെ ജീവിതത്തിൽ ഹല്ലേലൂയ ആ വാഗ്ദത്തത്തെ ദൈവം അവർക്ക് നിവർത്തിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അതേ ദൈവമക്കളെ, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഒരു സാഹചര്യം ഒരു വിഷയമല്ല, ഒരു അവസ്ഥകളും ദൈവത്തിനൊരു വിഷയമല്ല. നമ്മളിൽ നിന്ന് ഉളവാകേണ്ട എന്താണ്? ദൈവത്തിൽ അടിയുറച്ചൊരു വിശ്വാസമാണ്.
വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ആ ഒരു വചനം നമ്മളെ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കുമാറാകണം. ഹല്ലേലൂയ. പല വാഗ്ദത്തങ്ങളും നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ ഉപേക്ഷയായി ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ ഇന്നത്തെ ദൈവവചനം നമ്മളോടാണ്. നമ്മൾ അതിന് ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നവരായി തീരണം. പലപ്പോഴും ഹല്ലേലൂയ, ചിലപ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം, ചിലപ്പോൾ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും, നമ്മുടെ അവസ്ഥ വളരെ മോശമായിരിക്കാം. ആ സമയത്തായിരിക്കും ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവ് നമുക്കൊരു വാഗ്ദത്തം തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു പക്ഷെ അപ്പോഴായിരിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അവസ്ഥ കണ്ട് അവിടെ ആ ഒരു വാഗ്ദത്തത്തെ ഉപേക്ഷയായി ചിന്തിക്കാതെ കൊണ്ട് കർത്താവിൻ്റെ സന്നിധി അതിന് എന്ത് ചെയ്യണം? ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുക. എന്നോട് പറഞ്ഞത് മനുഷ്യനല്ല, എന്നോട് പറഞ്ഞത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമല്ല, സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സർവവ്യാപിയായ ദൈവമാണ്. ആ ദൈവം എനിക്കത് എന്ത് ചെയ്യും? നിവർത്തിച്ചു തരുമെന്നൊരു പൂർണ്ണ വിശ്വാസം നമ്മൾ വെക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് പലകാലം പല സാഹചര്യങ്ങളിൽ പല അവസ്ഥകളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന അനേക സ്തോത്ര നിങ്ങളുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലേ? പത്രോസ് എപ്പോഴാണോ അവൻ്റെ അവസ്ഥയിലേക്ക് നോക്കിയപ്പോഴാണ് അവിടെ മുങ്ങുവാൻ ഇടയായി തീർന്നത്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വാഗ്ദത്തങ്ങളെ പലതും നമ്മൾ പ്രാപിക്കുവാൻ എന്ത് ചെയ്യും? നമ്മൾ വിട്ടുപോകുവാൻ ഇടയായി തീരും ദൈവമക്കളെ. അതുകൊണ്ട് സാഹചര്യങ്ങളെ സ്വന്തം അവസ്ഥകളെ അല്ല നോക്കണ്ട, മുമ്പിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവത്തെ നോക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവത്തെ നീ നോക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ നീ അനുഗ്രഹം പ്രാപിക്കുക, ദൈവത്തിന് അനേക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പം എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം പ്രാപിക്കുന്നത്? ദൈവത്തോട് ചേർന്നിരിക്കുക, കിട്ടുന്ന അവസരങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക. എന്ത് വന്നാലും ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മളെ ഓർക്കുവാൻ ഇടയായി തീർന്നു. വാഗ്ദത്തമുള്ളവൻ ഏത് പൊട്ട കിണറ്റിൽ കടന്നാൽ, വാഗ്ദത്തമുള്ളവൻ ഏത് സിംഹത്തിൻ്റെ കുഴിയിൽ കിടന്നാൽ, വാഗ്ദത്തമുള്ളവൻ ഏത് സ്തോത്ര തീച്ചൂളയുടെ നടുവിൽ നിന്നാൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. വാഗ്ദത്തമുള്ളവൻ അതിനെ എന്ത് ചെയ്യും? പ്രാപിക്കുവാൻ ഇടയായി തീരും. ചിലപ്പോൾ ചില വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചതിന് ശേഷം ചിലപ്പോൾ ചില കഷ്ടതകളായിരിക്കാം. ഒരിക്കലും അതിന് എന്ത് ചെയ്യരുത്? നിന്റെ വാഗ്ദത്തം അതിനെ എന്ത് ചെയ്തില്ല? ക്ഷയിപ്പിക്കുവാൻ ഇടയാക്കരുത്. നിന്റെ അവിശ്വാസം ഒരിക്കലും നിന്റെ വാഗ്ദത്തങ്ങളെ ക്ഷയിപ്പിക്കുവാൻ ഇടയാകരുത്. ദൈവമക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുക. നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം ആ തക്ക സമയത്ത് തന്നെ നിന്നെ എന്ത് ചെയ്യാം? ദൈവത്തിൻ്റെ വചനം അയച്ച് നിന്നെ വിടുവിക്കുവാൻ ഇടയാത്തീരും. ഹല്ലേലൂയ. അപ്പോൾ വാഗ്ദത്തമുള്ളവൻ ദൈവവചനത്താൽ ജീവിക്കുവാൻ ഇടയാത്തീരും. ഹല്ലേലൂയ. അപ്പം എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിന്റെ ജീവിതത്തിൽ നീ അനേക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. അനേക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് അതിനെ എന്ത് ചെയ്ത് വെച്ചാൽ അടച്ചു വെച്ചൊരു പുസ്തകം പോലെ നിന്റെ ജീവിതത്തിൽ നിന്റെ അവസ്ഥ കണ്ട് നീ മാറ്റി വെച്ചിട്ടില്ലേ? ദൈവത്തിൻ്റെ വചനപ്രകാരം അതിനെ തുറക്കുക. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തോട് അടുത്തു വരിക. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അനേക വാഗ്ദത്തങ്ങൾ പ്രാപിക്കുക, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്വന്തം അവസ്ഥയെ നോക്കാതെ, നീ ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, നിന്റെ ചുറ്റും പ്രതികൂലങ്ങളുടെ സാഹചര്യമായിക്കൊള്ളട്ടെ, നിന്റെ ചുറ്റും നിനക്കൊന്ന് നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത പ്രതികൂലമായിക്കൊള്ളട്ടെ, എങ്കിൽ നിന്നിൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നീ നിവർന്ന് നിൽക്കുവാൻ ഇടയാത്തീര്. നിന്നിൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ നീ അതിനെ മറികടക്കുവാൻ ഇടയാത്തീര്. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേ സ്തോത്ര. വാഗ്ദത്തങ്ങളെ മുറുകെ വെച്ച് പ്രാർത്ഥിക്കണം. ആമേ സ്തോത്ര. നിന്റെ തലമുറകളിൽ മേലുള്ള വാഗ്ദത്തം, നിന്റെ ജോലി സംബന്ധമായ ദൈവം തന്ന വാഗ്ദത്തങ്ങൾ, നിന്റെ ഈ ലോകത്ത് നീ ആയിരിക്കുമ്പോൾ നിന്റെ ദൈവം നിനക്ക് തന്ന സമസ്ത വാഗ്ദത്തങ്ങളെയും ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരായി തീരുക. ഉപേക്ഷയായിട്ട് ചിന്തിക്കാതെ വണ്ണം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. ഈ ഒരു വചനം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. ആകയാൽ ഈ വചനങ്ങളെ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.